സ്ഥലം കാണാൻ വന്നായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ഡ്രം സോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ യാത്ര ആലപ്പുഴ ജില്ലയിലുള്ള കുട്ടനാട്ടിലേക്കാണ് കേട്ടോ. കുട്ടനാട്ടിലെ കുറച്ച് ഉൾഗ്രാമങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, കുട്ടനാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തൊരു ചിത്രമുണ്ട്, കായലുകളും അതുപോലെ ഹൗസ് ബോട്ടുകളും ഒക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് കുട്ടനാട്ടിലുള്ള പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് മലയാളം തമിഴ് സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുള്ള ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു 2-3 മാസം മുമ്പ് വന്നായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ നെൽപ്പാടങ്ങളൊക്കെ ഫുള്ള് നെല്ലൊക്കെ വിളഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയെ കാണാൻ പറ്റും. നല്ല പച്ചപ്പൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് വെയിലൊക്കെയാണ്. നമുക്ക് ഇവിടെ അങ്ങനെ തണലൊന്നുമില്ല, ചെറിയ ചെറിയ മരങ്ങളൊക്കെ റോഡ് സൈഡിലൊക്കെ നിൽപ്പുണ്ടെന്നുള്ളത്. എന്നാലും നമ്മൾ അതുപോലെ വെയിൽ കൊള്ളേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും ഈ ഒരു ടൈം ആയാലും നമുക്ക് കാണാനൊക്കെ രസമാണ്. 2 സൈഡിലും വെള്ളമൊക്കെ ആയിട്ട് നടുക്കൂടെ റോഡൊക്കെ പോകുന്നത്. നമ്മുടെ ആലപ്പുഴയിൽ നിന്നൊക്കെ നിരവധി ബോട്ട് സർവീസുകൾ ഈ ഒരു കുട്ടനാട്ടിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൗസ് ബോട്ടുകളൊക്കെ വരുവാണെങ്കിൽ അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഒരു കുട്ടനാട്. കുട്ടനാട്ടിലെ ഉൾഗ്രാമങ്ങളും അതുപോലെ കായലുകളും കൊച്ചു കൊച്ചു വീടുകളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ടൂറിസ്റ്റുകളെ ഒരുപാട് അട്രാക്ട് ചെയ്യും. ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു മെയിൻ ടൂറിസ്റ്റ് ഹബ്ബാണ് കേട്ടോ ഈ ഒരു കുട്ടനാടെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ നമ്മളുടെ ആ ഒരു ടൂറിസം മേഖലയൊക്കെ വളരെ ഡൗൺ ആണ്. കാരണം ഈ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻസ് ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തേണ്ട ഒരു സമയമാണിത്. നമ്മൾ ഈ പോകുന്ന ആ ഒരു റോഡിന്റെ 2 സൈഡും ഫുള്ള് വെള്ളം കയറി കിടക്കാണ് കേട്ടോ. ഇതെല്ലാം കൃഷി കഴിഞ്ഞിട്ടേക്കുന്ന ആ ഒരു വയലുകളാണ്. മഴക്കാലമൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ആ ഒരു വിളവെടുപ്പൊക്കെ കഴിയും. കാരണം കുട്ടനാടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സീ ലെവലിൽ നിന്ന് ഒരുപാട് താഴെ നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു കുട്ടനാട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ വെള്ളം കയറും. അപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു വയലുകളിലൊക്കെ വെള്ളം കയറി കൃഷിയൊക്കെ നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ നേരത്തെ വിളവെടുപ്പൊക്കെ കഴിയുന്നത്. ഈ സൈഡിൽ കാണുന്ന എല്ലാം നെൽപ്പാടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. വർഷത്തിൽ 2 വട്ടമാണ് കേട്ടോ ഇവിടെ കൃഷി ഇറക്കുന്നത്. ഇനിയിപ്പോൾ കൃഷി ചെയ്യാൻ ടൈം ആകുമ്പോഴത്തേക്ക് ഒരു മോട്ടർ ഉപയോഗിച്ച് ഈ വെള്ളം എല്ലാം പറ്റിക്കും. എന്നിട്ടാണ് അവരിവിടെ കൃഷി ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആലപ്പുഴയിലെ ഈ ഒരു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് പുളിങ്കുന്നിലേക്ക് പോവാം. അപ്പോൾ അത് നമ്മളങ്ങനെ AC റോഡിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. AC റോഡ് എന്ന് പറയുമ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ആലപ്പുഴയും ചങ്ങനാശ്ശേരിയും നമ്മൾ ബന്ധിപ്പിക്കുന്ന റോഡാണ് AC റോഡ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ട് നേരെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴ എത്തും കേട്ടോ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് സ്ട്രെയിറ്റ് വരുമ്പോൾ ലെഫ്റ്റിലോട്ടുള്ള വഴിയുണ്ട്. പുളിങ്കുന്ന് എന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ റൈറ്റ്, പുളിങ്കുന്ന് എന്ന് പറയുന്ന ജംഗ്ഷൻ വന്നിട്ട് റൈറ്റ് പോകും. അപ്പോൾ അത് ഈ കാണുന്നതാണ് പുളിങ്കുന്ന് എന്ന് പറയുന്ന ജംഗ്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് ആണ് പോകാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒറ്റ റോഡാണ് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് വഴിയാണ്. നമുക്ക് നേരെ പോയിട്ട് ഒരു 6-7 കിലോമീറ്റർ നേരെ പോകാനുണ്ട്. പോയിട്ട് അവിടെ വരെ റോഡ് തീരുന്ന എവിടെയാണോ അവിടെ വരെ നമുക്ക് പോകാനുണ്ട്. ആ ഒരു AC റോഡിൽ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ വീണ്ടും കുട്ടനാടിന്റെ ആ ഒരു ഗ്രാമീണ കാഴ്ചകളിലൊക്കെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ റോഡിന്റെ 2 സൈഡിലും ഫുള്ള് പാടങ്ങളാണ് കേട്ടോ. ഫുള്ള് വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. അതിന്റെ നടുക്കൂടാണ് ഈ റോഡ് പോകുന്നത്. സ്ട്രെയിറ്റ് റോഡാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള വഴി എന്ന് പറയുമ്പോൾ ഇടത്തോ വഴിയാണ് കേട്ടോ. നമ്മൾ വന്നിട്ടുള്ളത് കായംകുളത്തുനിന്നാണ്. കായംകുളം വഴി ഹരിപ്പാട് നിന്ന് റൈറ്റ് കയറി
എടത്വ വഴി പുളിങ്കുന്ന്, എസി റോഡ് വഴി പുളിങ്കുന്നിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കുകയാണ്. റൈറ്റ് എടുത്താണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ സ്ട്രൈറ്റ് ആണ് വരേണ്ടത് കേട്ടോ, എസി റോഡ് വഴി. അപ്പോൾ നെടുമുടി, മങ്കൊമ്പ് അതൊക്കെ കഴിഞ്ഞാണ് പുളിങ്കുന്ന് എന്നുള്ള ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് ആണ് പോകാനുള്ളത്. ഇനിയിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ എസി റോഡ് വഴി ആലപ്പുഴയ്ക്ക് പോകുന്ന സ്ട്രൈറ്റ് റോഡാണല്ലോ, അപ്പോൾ ആ വഴി വരുമ്പോൾ ആണ് പുളിങ്കുന്ന് എന്നുള്ള ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ അവിടുന്ന് റൈറ്റ് ആണ് പോകുന്നത്. നമ്മളിപ്പോൾ ഈ വന്ന വഴി തന്നെ റൈറ്റ് പോകണം. അങ്ങനെ നമ്മൾ പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നേരെ വരുമ്പോഴാണ് ഈ റോഡ് തീരെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വെളിയനാട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് ജങ്കാർ സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാലം കയറി വേണം നമുക്ക് അക്കരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്താൻ 2 വഴികളാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ജങ്കാർ സർവീസിൽ കയറി അപ്പുറത്തിറങ്ങണം, അല്ലെങ്കിൽ ഒരു പാലം ഉണ്ട്, ആ ഒരു പാലം കയറി നമുക്ക് അക്കരെ എത്തണം. അപ്പോൾ പാലത്തിലേക്ക് എത്താൻ 2 വഴിയാണ്. ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്, ആ ഒരു വഴി നല്ല വഴിയാണ്. അപ്പോൾ ആ ഒരു വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പാലത്തിൻ്റെ ഫ്രണ്ടിലെത്തും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാണുന്ന വഴിയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു വഴി പോകാമെന്ന് വെച്ചാൽ ഈ ഒരു വഴി പോകുമ്പോഴാണ് കുറച്ചുകൂടെ വ്യൂ ഒക്കെ കിട്ടുന്നത്. ആ ഒരു പള്ളിയുടെ ആ ഒരു വ്യൂ ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത് ഈ ഒരു വഴി പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ വഴി പോവാതെ ഈ വഴി തന്നെ വന്നത്. ഈ കാണുന്നതാണ് കേട്ടോ പുളിങ്കുന്ന് ഫെറി സർവീസ്. ഇവിടെ പാലം ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ പ്രധാന യാത്രാമാർഗ്ഗം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ജങ്കാറുകളും അതുപോലെ ചെറിയ ചെറിയ ബോട്ടുകളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കാറിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജങ്കാറിൽ കയറി അപ്പുറത്തിറങ്ങാം കേട്ടോ. ഒരാൾക്ക് വരുന്നത് 5 രൂപ എന്തോ ആണ്. പിന്നെ വാഹനത്തിന് അഡീഷണൽ പൈസ കൊടുക്കണം, 10 രൂപ എന്തോ ആണ് കാറിന് വരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് കൊടുത്താൽ നമുക്ക് അപ്പുറത്തിറങ്ങാൻ പറ്റും. ഈ ഒരു ജങ്കാറ് 2 വള്ളങ്ങൾ ചേർത്ത് കെട്ടി വെച്ചിട്ട് അതിലാണ് ഈ ഒരു വാഹനങ്ങളൊക്കെ വെക്കുന്നത്. അതുപോലെ അതിൻ്റെ സൈഡിൽ ഒരു ബോട്ടുണ്ട്, അതാണ് ഈ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു ഡയറക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ബോട്ടിലാണ്. അപ്പോൾ അതിലാണ് പാസഞ്ചേഴ്സൊക്കെ കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു വണ്ടി വെക്കുന്നിടത്ത് നമുക്ക് നിൽക്കാവുന്നതാണ്. നമുക്കതായാലും ഈ ഒരു കാണുന്ന വഴി കൂടി മുമ്പോട്ട് പോകാം. ഈ ഒരു വഴി നമ്മളവിടെ തിരക്കിയപ്പോൾ ഈ ഒരു വഴി കൂടെ ബൈക്കൊക്കെ പോകാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഏരിയ വരെ ഒരു 1/2 കിലോമീറ്റർ വരെ ഏകദേശം ഈ ചെളികളൊക്കെ ഉണ്ട്. ഈ ഒരു ടൈമാണ്, മഴക്കാലമൊക്കെ ആയാണ്, ഗ്രാവലും ആ ഒരു വെള്ളം ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതുകൊണ്ടാണ് ഇത്രയും ചെളിയായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പോകാനൊക്കെ. എന്നാലും നമുക്ക് ആ ഒരു വ്യൂ കാണേണ്ടതാണ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയായാലും ഈ ഒരു വഴി കൂടെ പോകുന്നത്. കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ ആ ഒരു ജങ്കാർ ഇറങ്ങി തന്നെ അപ്പുറത്ത് പോകാട്ടോ. കാരണം ഈ ഒരു വഴി കൂടി കാറൊന്നും വരില്ല, കാരണം കൊച്ചൊരു വഴിയാണ്. ഇപ്പോൾ കുറച്ച് വലുതാണെങ്കിലും ഇനി കുറച്ചുകൂടെ നമ്മൾ മുമ്പിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വഴി കുറച്ചുകൂടെ ചെറുതാവുമെന്നാണ് അവർ പറഞ്ഞത്. വീതി കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബൈക്ക് മാത്രമേ ഈ വഴി പോകാറുള്ളൂ. പിന്നെ വീടുകളൊക്കെ ഈ ഏരിയയിൽ കുറവാണ്, അതുകൊണ്ടാണ് ഈ ഒരു റോഡ് ഇങ്ങനെ കിടക്കുന്നതാണ് അവർ പറഞ്ഞത്. എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്ക് ഇതുവഴി തന്നെ പോവാം. മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റോഡ് ഇങ്ങനെ കിടക്കുന്നത്. അല്ലാത്ത ടൈമിലൊക്കെ നല്ല റോഡാണ്. പക്ഷേ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് അപ്പുറത്തുനിന്ന് വെള്ളവും കൂടി ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് ഗ്രാവലിട്ട റോഡാണ്, അതുകൊണ്ടാണ് ഇത്രയും അങ്ങ് ഇതായിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ബോട്ട് സർവീസിനോടുള്ള വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ ബസ് സർവീസ് ഒക്കെ കുറവായതുകൊണ്ട് മറ്റേ ബോട്ട് സർവീസാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇവർ ആശ്രയിക്കുന്നതും കൂടുതലും ബോട്ടുകളും അതുകൊണ്ട് ജങ്കാറുകളും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റോപ്പുകളൊക്കെ, വെയിറ്റിംഗ് ഷെഡുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളതിൽ കൂടുതലും ജലഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള ബോട്ടുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനും ഒക്കെ ഇവിടുത്തെ ബോട്ട് സർവീസുകളുണ്ട്. ബൈക്കിലൊക്കെ വരുമ്പോൾ 2 പേർക്കൊക്കെ ഈ ഒരു വഴി കൂടെ ഒക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കുഴികളൊക്കെയാണ്. നമ്മൾ ഈ ഒരു ഏരിയ കൂടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾ വെച്ചാണ് ബൈക്കിൽ പോകുന്നത്. അതുപോലെ നമ്മൾ നടന്നുമാണ് കേട്ടോ പോകുന്നത്. അതാകുമ്പോൾ വലിയ റിസ്ക് ഇല്ല. വണ്ടി കുറച്ച് കയ്യിൽ നിന്ന് പോയാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 2 പേരുള്ളപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത് കായലല്ല കേട്ടോ. നമ്മൾ വന്നപ്പോൾ കരുതുന്നത് കായലാണെന്നത്, പക്ഷേ ഇത് കായലല്ല, പമ്പയാറിൻ്റെ ഒരു കൈവഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി റിസോർട്ടാണ്, നല്ല അടിപൊളി ഫ്രണ്ട് വ്യൂ ഒക്കെ ഉള്ള റിസോർട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവർ പണ്ടത്തെ തറവാട് എന്തോ ഒരു റീസ്ട്രക്ചർ ചെയ്ത് അവർ റിസോർട്ട് പോലെ ആക്കിയതാണെന്ന് തോന്നുന്നു. കാരണം ഈ കുട്ടനാട്ടിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ റിസോർട്ടുകളുണ്ട് കേട്ടോ. പണ്ടത്തെ തറവാടുകളൊക്കെ അവർ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്നുകൂടെ റീസ്ട്രക്ചറൊക്കെ ചെയ്തെടുത്തിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റിസോർട്ടുകളൊക്കെ ഇവിടെ ഉള്ളത്. കുട്ടനാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വന്നെത്തുന്ന ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹൗസ് ബോട്ടുകളും റിസോർട്ടുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻസ് ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടൂറിസം ഒക്കെ വളരെ ഡൗൺ ആണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. ഈ ഒരു ടൂറിസം ഒക്കെ സജീവമായി ഇന്ന സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാൻ വേണ്ടി എത്തിയിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കുട്ടനാട്. അങ്ങനെ നമ്മൾ ആ ഒരു പള്ളിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പുളിങ്കുന്ന് പള്ളി നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഒട്ടനവധി മലയാളം, തമിഴ് ചലച്ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പള്ളിയാണ്. സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു പള്ളിക്ക് മുമ്പ് ഒരു പാലം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പാലം കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴി വന്നത്. കുട്ടനാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീലവലിൽ നിന്ന് ഒരുപാട് താഴെ നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു കുട്ടനാട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫ്ലഡൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഈ കുറച്ച് മഴ പെയ്തിട്ട് തന്നെ ഇവിടുത്തെ പല വീടുകളും വെള്ളപ്പൊക്ക ഭീഷണിയാണ്. ഈ ഒരു വീടൊക്കെ കണ്ടില്ല, ഇവിടെയൊക്കെ ഈ ഒരു പുഴയിൽ
നിന്നൊക്കെ വെള്ളം കര കവിഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി ഇവിടുത്തെ പല വീടുകളിലും ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. വെള്ളത്താൽ ചുറ്റപ്പെട്ടിടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു കുട്ടനാട്. പക്ഷേ ഇവിടെ വെള്ളക്ഷാമം വളരെ കൂടുതലുള്ള ഒരു ഏരിയ ആണ്. കൂടുതലും ഉപ്പുവെള്ളമാണ് ഇവിടെ കിട്ടുന്നത്. നമ്മളങ്ങനെ ആ ഒരു പള്ളിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് ദൂരമുണ്ട്. അവിടെ വന്നിട്ട് ആ ഒരു പാലം കയറിയിട്ട് വേണം പിന്നെ നമ്മൾ അക്കരെ ഇറങ്ങിയിട്ട് അവിടെ നിന്നും കുറച്ച് പോകാനുണ്ട് ആ പള്ളിയിലേക്ക് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പള്ളിയുടെ ലോങ് വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇതേപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പുളിങ്കുന്ന് പള്ളി. ഇവിടെ വെച്ചിട്ടാണ് വിണ്ണൈ താണ്ടി വരുക എന്ന് പറയുന്ന തമിഴ് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫിലിമിൽ കൂടിയാണ് ഈ ഒരു പള്ളി എല്ലാവർക്കും സുപരിചിതമായി തുടങ്ങിയത്. അതുപോലെ തന്നെ കുട്ടനാട മാർപ്പാപ്പയുടെ ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ സൗണ്ട് തോമ, പട്ടം പോലെ അങ്ങനെ ഒരുപാട് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഒരു പള്ളിയാണിത്. ക്ലൈമാക്സ് ബ്ലഡി ട്രാജഡി അതെ വേറെ പോയി പാക്കണുണ്ട്. ഞാൻ പോയി വിളിച്ചോണ്ട് വന്നേ. അവിടെ നിൽക്കാണോ? ജെസ്സിയുടെ കസിൻ എപ്പോഴാ വന്നത്? നിങ്ങൾ ജെസ്സിയുടെ ക്ലാസ്മേറ്റ്സ് അല്ലേ? വരൂ, അകത്തേക്ക് വരൂ. തെരിയോ? ഇതെന്താ അവിടെ നിൽക്കുന്നു? വരൂ. അല്ല സർ, എല്ലാ ഫ്രണ്ട്സും പള്ളി കാത്തിരിക്കുക. വരുന്നേ, പ്ലീസ് കം. നമ്മളിപ്പോൾ വരുന്ന വഴിക്കുണ്ട് റിസോർട്ട് വരെയുള്ള റോഡേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട് വരാനൊക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. നമുക്ക് ബൈക്കിലൊക്കെ അത്യാവശ്യം വരാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡിലോട്ട് കാണുന്നുണ്ട് ഇവിടുത്തെ ആ ഒരു പുളിങ്കുന്ന് പാലം. അപ്പോൾ ഈ ഒരു പാലം കാണാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ജങ്കാർ സർവീസിൽ പോകാതെ ഈ ഒരു വഴി വന്നത്. നമുക്കപ്പോൾ ഈ ഒരു പാലം കയറി വേണം പുളിങ്കുന്ന് പള്ളിയുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു പാലം നിർമ്മിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാലത്തിന്റെ അക്കരെയാണ് പുളിങ്കുന്ന് ആശുപത്രി ഉള്ളത്. അപ്പോൾ അവിടുന്ന് ആംബുലൻസിനൊക്കെ ഇപ്പുറത്തേക്ക് വേഗം എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാലം അറിയപ്പെടുന്നത് പുളിങ്കുന്ന് ആശുപത്രി പാലം എന്നാണ് കേട്ടോ. പക്ഷെ നാട്ടുകാർ ഇതിനെ പറയുന്നത് ഒടക്ക് പാലം എന്നാണ്. അപ്പോൾ അതെന്താണ് അങ്ങനെ പറയുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു പാലം കയറി ഇറങ്ങി അപ്പുറത്ത് ചെന്നിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഈ വന്ന വഴി വന്ന് അവസാനിക്കുന്ന ഒരു പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ അടുത്താണ്. അപ്പോൾ ഇനി എന്താണ് ബാക്കി കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് ഈ ഒരു പാലം കയറി അപ്പുറത്ത് ചെന്നിട്ട് കാണാം. അപ്പോൾ അത് ഈ കാണുന്നതാണ് കേട്ടോ ഒടക്കുപാലം. നമ്മളിപ്പോൾ ആ ഒരു പാലം കയറി ഇപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാലത്തിന്റെ പ്രത്യേകത എന്നാൽ വളരെ വീതി കുറഞ്ഞ ഒരു പാലം ആയതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഒരു സൈഡിലേക്ക് മാത്രമേ വാഹനങ്ങളെ കടത്തി വിടുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിഗ്നൽ ലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു എയ്ഡ് പോസ്റ്റിലുള്ള പോലീസുകാരനാണ്. ഈ ഒരു പാലത്തിന് ഒടക്കുപാലം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടില്ല. ഈ ഒരു പാലത്തിന്റെ 2 സൈഡിലും സിഗ്നൽ ലൈറ്റുകളുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള വണ്ടികൾ അപ്പുറത്ത് ചെന്നാൽ മാത്രമേ അവിടെ നിന്നുള്ള വണ്ടികളെ ഇങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിഗ്നൽ ലൈറ്റ് ഒക്കെ ഇല്ലാത്ത ടൈമിൽ 2 സൈഡിൽ നിന്നും വണ്ടി കയറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊരു വണ്ടി ഇറക്കി കൊടുത്താൽ മാത്രമേ ഒരു വണ്ടിക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതേപറ്റിയുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ മിക്കവാറും നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇതിനെ ഒടക്കുപാലം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിൽ ഈ ഒരു പാലം ഇറങ്ങി റൈറ്റിലേക്കാണ് കേട്ടോ ആ ഒരു പള്ളിയുടെ അടുത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു പുളിങ്കുന്ന് ബാങ്ക്, അതുപോലെ സ്കൂൾ, ഇതെല്ലാം നമ്മൾ ഈ ഒരു പോകുന്ന വഴിക്ക് തന്നെയാണ്. ആ ഒരു പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് പഴയ കെട്ടിടങ്ങളുണ്ട്. എല്ലാം ചെറിയ ചെറിയ കടകളാണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല പഴക്കമുള്ള കെട്ടിടങ്ങളാണ് എല്ലാം. ഫൈനലി നമ്മളങ്ങനെ ആ ഒരു പുളിങ്കുന്ന് പള്ളിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു പള്ളിയെ പറ്റി പറയുന്നത് ഒട്ടനവധി മലയാളം, തമിഴ് സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പള്ളിയാണിത്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുളിങ്കുന്ന് പള്ളിയുടെ ഫ്രണ്ടിലാണ്. ഇവിടേക്ക് ഇപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചെറിയൊരു വെട്ടക്കുറവൊക്കെ ഉണ്ട്. സാധാരണ ഇവിടെ വരേണ്ടത് ഒരു രാവിലെ ആ ഒരു ടൈമൊക്കെയാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയാണ് കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പഴക്കമുള്ളൊരു പള്ളിയാണിത്. ഈ ഏരിയയിലായാലും അതുപോലത്തെ ചെറിയ ചെറിയ ഒരുപാട് പള്ളികളൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയൊക്കെ ആ ഒരു ടൈമിലേക്കാണ് വരുന്നതെങ്കിൽ ആ ഒരു സൂര്യപ്രകാശമൊക്കെ അടിച്ച് നല്ലൊരു വൈബായിരിക്കും കാണാനൊക്കെ. അതുപോലെ തന്നെ പട്ടം പോലെ എന്ന് പറഞ്ഞ സിനിമയിലെ ചെറിയൊരു പോർഷനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പള്ളിയുടെ ഫ്രണ്ട് വെച്ചിട്ടാണ്. ഒന്ന് വെയിറ്റ് ചെയ്യോ, ഇപ്പൊ കാശ് തരാം. അങ്ങോട്ട് വിടാറായി. കർത്താവേ, ഇതെന്നതാ രണ്ടും അങ്ങനെ ഓട്ടോയുടെ കാശ് കൊടുത്തേക്ക്.
അതുപോലെ തന്നെ കുട്ടനാടൻ മാർപ്പാപ്പയിൽ ഒരു ക്ലൈമാക്സ് സീനുണ്ട്, ലാസ്റ്റ് വെള്ളത്തിലേക്ക് ചാടുന്നതൊക്കെ. അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. ഓടിച്ചുവിട്ട മാലാക മേരി മാതാവിന്റെ അത്ഭുതം ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് പല്ല് പറിക്കുന്ന ഡോക്ടറിനേക്കാളും നല്ലത് ചങ്ക് പറിച്ചു തരുന്ന നഴ്സാ. അവരാകുമ്പോ അസുഖം മാറുന്നത് വരെ കൂടെ കാണുമല്ലോ. എല്ലാം വെച്ച് കാര്യങ്ങൾ കൈവിട്ടു പോയി. അവിടെ ഇടവക്കാര് മൊത്തം കൂടിയിരിക്കുക. എന്തും സംഭവിക്കാം. എന്റെ പിതാവേ, ഗീതത്തിന്റെ ABC അറിയാത്ത മരിച്ചു തോമ നിനപ്പോ കാണാനായിട്ടല്ലോ. നിനക്ക് കാണാനായി ഞാൻ എന്നും നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഒരു കസേരയുണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ അത് ഈ കാണുന്ന പാലത്തിൽ കൂടെ കയറിയാണ് നമ്മൾ ഇക്കരെ ഇറങ്ങിയിട്ട് അത്രയും കറങ്ങിയാണ് നമ്മൾ ഈ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ വരെ വന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു പള്ളി അടുത്ത് നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ദൂരെ നിന്ന് കാണുമ്പോഴാണെന്ന് തോന്നുന്നത്. കാരണം നമ്മൾ കണ്ട ഒരുവിധം സിനിമകളിലെല്ലാം ഇതിന്റെ ആ ഒരു ലോങ് ഷോട്ടിലാണ് ഈ ഒരു പള്ളി ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ഒരു പള്ളിയുടെ ശരിക്കുള്ള പേര് സെന്റ് മേരീസ് ഫെറോണിക്ക പള്ളി എന്നാണ്, പക്ഷെ അറിയപ്പെടുന്നത് പുളിങ്കുന്ന് പള്ളി എന്നാണ്. ആ ഒരു വിണ്ണയെ താണ്ടി വരുവായ ഫിലിമിൽ കൂടിയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു പള്ളി എത്തിയത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളായാലും പള്ളിക്ക് അകത്തേക്ക് കയറി വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം കോവിഡിന്റെ ഇഷ്യൂസ് ഒക്കെ ഇപ്പോഴും ഉള്ളതുകൊണ്ട് അത് തന്നെയാണ് നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലൂടെ പോകാനുണ്ട്. അപ്പോൾ ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ. പിന്നെ നല്ല മഴയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് കാണാം. ഈ കാണുന്ന ആ ഒരു പള്ളിയുടെ സൈഡിലായിട്ട് കാണുന്ന ഒരു പഴയ വീടാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ഈ ഒരു വെള്ളപ്പൊക്കമൊക്കെ കാരണമായിരിക്കും ഈ ഒരു വീടിപ്പം നശിച്ചു പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. കാരണം ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കമൊക്കെ പെട്ടെന്നാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വീട്ടിലേക്കൊക്കെ വെള്ളം കയറി അങ്ങനെയാണ് ഈ ഒരു വീടൊക്കെ നശിച്ചു പോകുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കുന്ന ബിൽഡിങ്ങുകളും വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. കാരണം നമ്മൾ ആ ഒരു പള്ളിയുടെ അടുത്തേക്ക് വരുന്ന വഴിക്ക് തന്നെ ഉണ്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം നല്ല പഴക്കമുള്ളവയാണ്. അതൊന്നും അവർ പിന്നീട് റീസ്ട്രക്ചർ ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം ഏത് സമയം ഫ്ലഡ് ഉണ്ടാവും എന്നുള്ളൊരു ചാൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരത് പിന്നീട് റീസ്ട്രക്ചർ ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു വിണ്ണയെ താണ്ടി വരുന്ന ഫിലിമൊക്കെ ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയ വെച്ചിട്ടാണ് കേട്ടോ. ആ ഒരു കാണിക്കുന്ന തറവാടൊക്കെ ഈ ഒരു പള്ളിയുടെ അടുത്ത് തന്നെയാണ്. കൂടുതലും ഈ ഒരു പള്ളിയിലും ആ ഒരു തറവാട്ടിലൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ പുളിങ്കുന്ന് പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കാവാലമാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് കാവാലത്തേക്ക്. ഇനി അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടുന്ന് അപ്പോൾ ഒരു 7 കിലോമീറ്റർ അടുത്തുണ്ട് കാവാലത്തേക്ക്. അപ്പോൾ അവിടെയും കുറച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ നമുക്ക് കാണാനുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ കുറച്ച് ഉൾഗ്രാമങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതേപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി കണ്ടൊരു വേറൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതും നമ്മൾ പറഞ്ഞാൽ റിസോർട്ടോ വീടോ എന്തോ ആയിരുന്നു തോന്നുന്നു. പണ്ടത്തെ റിസോർട്ട് എന്തോ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇതൊന്നും വർക്കിംഗ് അല്ല. കാരണം കണ്ടില്ലേ, വെള്ളമൊക്കെ കയറി ആകെ പോയി കിടക്കുകയാണ് ഫുള്ള്. ഈ ഒരു ബിൽഡിംഗ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം വെള്ളം നിൽക്കുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിന്റെ പകുതിയോളം ഏകദേശം വെള്ളം നിൽക്കുന്നതാണ്. ആ ഒരു വെള്ളത്തിന്റെ അളവ് ആ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. ഈ ഒരു ബിൽഡിങ്ങിന്റെ അവിടെ വെള്ളം നിൽക്കുന്നു പറയുമ്പോൾ ഈ അപ്പുറത്തുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് ഊർന്നിറങ്ങിയാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി റിസോർട്ടൊക്കെ ആക്കാൻ പറ്റിയ ബിൽഡിംഗ് ആണ് കേട്ടോ. പക്ഷേ ഇവരതൊന്നും ചെയ്യാത്തത് ഈ ഒരു ഫ്ലഡൊക്കെ വേണ്ടായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ഒരു വെള്ളം കയറിയൊക്കെ ഇത് മൊത്തം പോയി കിടക്കും. പക്ഷേ ഈ ഒരു ആലപ്പുഴ ഏരിയയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ തറവാടുകളൊക്കെ അവർ റീസ്ട്രക്ചർ ചെയ്ത് ആ ഒരു റിസോർട്ട് പോലെയൊക്കെ ആക്കിയിരുന്നു. ഈ ഒരു ബിൽഡിംഗ് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 100 വർഷമെങ്കിലും പഴക്കം തോന്നി. കാരണം അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ്. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റോഡ് ചെന്നെത്തുന്ന ഒരു ജംഗ്ഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് കാവാലം പോകാനുള്ളത്. അവിടുന്ന് റൈറ്റ് ആണ് ആ ഒരു ജങ്കാർ സർവീസ് ഉള്ളത്. നമ്മളിപ്പോൾ അക്കരെ നിന്ന് ജങ്കാർ കയറുവാണെങ്കിൽ ആ ഒരു സ്റ്റോപ്പിലായിരിക്കും വന്നെത്തുക. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്താണ് ഈ ഒരു പള്ളിയിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ ആ ഒരു റോഡ് വഴി വന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആ ഒരു പറഞ്ഞ ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് കാവാലം, റൈറ്റ് പോകുമ്പോൾ ആ ഒരു ജങ്കാർ സർവീസാണ്. നമ്മൾ അക്കരെ നിന്ന് കണ്ട ആ ഒരു ജങ്കാർ സർവീസ് ഇവിടെ വരെയാണുള്ളത്. അപ്പോൾ നമ്മൾ ജങ്കാറിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റിലേക്കാണ് പോകാനുള്ളത്. ലെഫ്റ്റിലേക്ക് ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ മുമ്പിൽ എത്താൻ പറ്റും.
അവനെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്?